ഞാനത് എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്നത്, ശബരിമല പ്രക്ഷോഭം ഞങ്ങൾ നയിക്കുമ്പോൾ എനിക്കെതിരെ ഒരു മീറ്റു ആരോപണം. മീറ്റു ആരോപണം വളരെ രസകരമാണ്. ആ മീറ്റു ആരോപണം എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു എന്ന് പറഞ്ഞൊരു തേർഡ് പാർട്ടി അനോണിമസ് ആയിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക. ആ വ്യക്തിക്ക് സംഭവിച്ചതല്ല, ആ വ്യക്തിയുടെ സുഹൃത്തിന് സംഭവിച്ചതല്ല, തൻ്റെ സുഹൃത്തിന് സംഭവിച്ചു എന്ന് ഒരാൾ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞ് അനോണിമസ് ആയിട്ടൊരു പെൺകുട്ടി മീറ്റു ഇടുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ വീട്ടിലേക്ക് വിളിച്ച് സിനിമ കാണാൻ നിർബന്ധിച്ചു. ഇതൊക്കെയാണ്, അതായത് മറ്റേ അശ്ലീല സിനിമ കാണാൻ നിർബന്ധിച്ചു. എൻ്റെ ഭാഗ്യത്തിന് അന്ന് എൻ്റെ ഇതേ പ്രസ് ക്ലബ്ബിൽ വെച്ച് എൻ്റെ മുത്തശ്ശി, എൻ്റെ അമ്മ, എൻ്റെ ഭാര്യ എല്ലാവരും വന്ന് എന്നെ ഡിഫെൻഡ് ചെയ്തു. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ കൂട്ടുകുടുംബമായിട്ടൊക്കെ താമസിക്കുന്നവരാണ്. 6-7 പേരൊക്കെ എപ്പം വീട്ടിൽ വന്നാലും ഉണ്ടാവും. വളരെ എളുപ്പമാണ്. ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി. ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് ദി വുമൺ ആയി. എനിക്ക് 3 വർഷം എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പായി. ഇപ്പം അഡ്വക്കേറ്റ് TB മിനി മാഡവും ഞാനും 2 ദിവസം ഒരു ചാനൽ ചർച്ച ചെയ്തു. TB മിനി മാഡം ഭയങ്കരമായിട്ട് അപഹസിച്ചുകൊണ്ട് പറഞ്ഞു, സിദ്ദിഖ് ഇയാളുടെ അച്ഛനാണോ? സിദ്ദിഖ് രാഹുൽ ഈശ്വറിൻ്റെ അച്ഛനാണോ? ഇയാൾക്ക് എത്ര തന്തമാരുണ്ട്? സിദ്ദിഖും ദിലീപും പിന്നെ വേറൊരാൾ മുകേഷും, ഇതൊക്കെ നിങ്ങളുടെ അച്ഛനാണോ? ഞാൻ അവരോട് ഒരിക്കലും തിരിച്ചങ്ങനെ ചോദിച്ചില്ല. ഞാൻ ഇതേ ചോദ്യം തിരിച്ചു ചോദിച്ചാൽ എന്നെ അറസ്റ്റ് ചെയ്യാം. ഞാൻ വേറൊന്നും വേണ്ട, ഇതേ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്. മാഡം എന്നോട് ചോദിച്ച അതേ ചോദ്യം ഞാൻ മാഡത്തോട് തിരിച്ചു ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ എന്നെ അറസ്റ്റ് ചെയ്യും. അത് TB മാഡം പറഞ്ഞാൽ പുരോഗമനവാദവും, ഞാൻ പറഞ്ഞാൽ എനിക്ക് ജയിലുമാണ്. ഇതാണ് എനിക്ക് തോന്നുന്നു ടോവിനെ കുറച്ച് കാലം മുമ്പ് മറ്റൊരു കോണ്ടെക്സ്റ്റിൽ, വാശി എന്ന സിനിമയുടെ എന്തോ, അല്ലെങ്കിൽ ഐശ്വര്യലക്ഷ്മിയുടെ ഒരു സിനിമയുടെ കോണ്ടെക്സ്റ്റിൽ പറയുണ്ടായി, സെക്സ് ഈസ് നോട്ട് എ പ്രോമിസ് എന്ന് പെൺകുട്ടി പറഞ്ഞാൽ അത് പുരോഗമനമാണ്. പക്ഷേ സെക്സ് ഈസ് നോട്ട് എ പ്രോമിസ് എന്നാണ് പറഞ്ഞാൽ അവന് ജയിലാണ്. അതായത് ഈ 2 വ്യക്തികൾക്ക് തമ്മിൽ ഒരു സിനിമയുടെ കോണ്ടെക്സ്റ്റിൽ അവർ മായാനദി എന്നെന്തുവാണെന്ന് തോന്നുന്നു, മായാനദി എന്ന സിനിമയിൽ ഉള്ളൊരു രംഗമാണ്. അപ്പോൾ ഇതിൽ എന്തായാലും കോടതികൾക്ക് ഒരു പരിധിക്കപ്പുറം ഇതിൽ ഇടപെടാൻ കഴിയില്ല. ഇടപെടാൻ കഴിയുന്ന ഏക ആൾക്കാർ മാധ്യമങ്ങളാണ്.